ഈ PMC കരാറിലൊക്കെയുള്ള ഒപ്പുവെച്ച രീതി ഒന്ന് നോക്കൂ. CPM ആദ്യമേ പറഞ്ഞു ഇതൊരു ഡിപ്പാർട്ട്മെന്റൽ കാര്യമാണ്, ഡിപ്പാർട്ട്മെന്റലായിട്ട് അങ്ങ് ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീമതി വാസുകി അവിടെ ചെന്ന് ഒപ്പുവെച്ചു. അന്നേരം ഇവിടെ വലിയ ചർച്ച നടത്തുകൊണ്ടിരിക്കുക CPI. മന്ത്രിസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ കമാന്ന് രക്ഷണം വേണ്ടിയില്ല. PMC എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്ത് ഇടതുമുന്നണി, എന്ത് ചർച്ച? അവിടെ ഒരു ചർച്ചയും നടന്നില്ല. എന്നാൽ ബിനോയ് വിശ്വത്തെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കേണ്ടേ, അതും ചെയ്തില്ല. ബിനോയ് വിശ്വം ഗോവിന്ദൻ മാഷെ കണ്ടു. അപ്പൊ ഗോവിന്ദൻ മാഷ് ഇതിനെ പറ്റിയൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അവസാനം വ്യാഴാഴ്ച CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ തന്നെ വാസുകി ഡൽഹിയിൽ ഈ PMC കരാറിൽ ഒപ്പുവെച്ചു. ഒന്ന് ആലോചിച്ചു നോക്കി ആ ഒപ്പുവെച്ച രീതി, അതിന്റെ സമയം. കൗൺസിലിൽ ഭയങ്കര വാഗ്വാദം നടക്കുക. അവിടെയാണ് ഒരംഗം പറഞ്ഞത് നമ്മൾ മന്ത്രിമാരെ ഇനി പിൻവലിക്കണമെന്ന് മന്ത്രിസഭയിൽ നിന്ന്. അപ്പൊ ബിനോയ് വിശ്വം പറഞ്ഞു ഒരു കാരണവശാലും നമ്മുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഈ PMC ഒപ്പുവെക്കാൻ പോകുന്നില്ലെന്ന്. സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളെ അങ്ങനെയാണ് അദ്ദേഹം ആശ്വസിപ്പിച്ചത്. ഏതാണ്ട് അതേ സമയത്ത്, അതേ മുഹൂർത്തത്തിൽ, ഒരു സമയവും തെറ്റാതെ വാസുകി അവിടെ അങ്ങ് ഒപ്പുവെച്ചു. എന്തൊരു കഷ്ടം!